മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ തെറ്റായ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടന് ഇനി കണ്ടം വഴി ഓടാം. ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ച മാസപ്പടി കേസ് 8 നിലയിൽ പൊട്ടി. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം ശരിവെക്കുന്നതാണ് വാദങ്ങളെന്ന് പരാമർശിച്ചാണ് ജഡ്ജി MV രാജകുമാര ഹർജി തള്ളിയത്. ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കുഴൽനാടന് സാധിച്ചില്ലെന്നും കോടതിയുടെ ചോദ്യങ്ങൾക്ക് തെളിവുകൾ നൽകാനായില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. CMRLനെ സഹായിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായെന്നും പ്രതിഫലമായി വീണയുടെ കമ്പനിക്ക് പണം നൽകിയെന്നുമാണ് ഹർജിക്കാരൻ ആരോപിച്ചത്. രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ഈ ആരോപണം സാധൂകരിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ല. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KMELും CMRLും തമ്മിൽ യാതൊരു കരാറുകളുമില്ല. കോടതി പലതവണ ചോദിച്ചിട്ടും ഇതിന് മറുപടി നൽകാൻ ഹർജിക്കാരനായില്ല. KREMLന് ഭൂപരിധി ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നായിരുന്നു ഹർജിക്കാരന്റെ മറ്റൊരു ആക്ഷേപം. ഇത് വസ്തുതാപരമല്ല. അപേക്ഷയിൽ ഉചിതമായ നടപടിക്ക് എന്ന് മുഖ്യമന്ത്രി കുറിപ്പെഴുതിയെന്നതാണ് ആരോപണത്തിന് ആധാരം. ഏത് അപേക്ഷയിലുമുള്ള സാധാരണ നടപടി മാത്രമാണിത്. ഈ അപേക്ഷ സർക്കാർ തള്ളി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലും അനുമതി നിഷേധിച്ചു. സർക്കാർ സഹായമൊന്നും കമ്പനിക്ക് കിട്ടിയിട്ടില്ല. കേസ് വിധി പറയാൻ മാറ്റിയപ്പോൾ പുനഃപരിശോധിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടില്ല. ഈ ഘട്ടത്തിൽ കോടതി 3 സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. KMELും CMRLും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്കും പണം നൽകിയതിന്റെ പേരിൽ CMRLന് പ്രത്യുപകാരം ലഭിച്ചോ? ഭൂപരിധിയിൽ സർക്കാർ ഇളവ് നൽകിയോ? എന്നീ ചോദ്യങ്ങൾക്ക് കേസ് പുനഃപരിശോധനാ വേളയിലും ഹർജിക്കാരൻ തെളിവ് നൽകിയില്ല. കമ്പനിയിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളും പോലീസും പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാൽ മുഖ്യമന്ത്രിയും മകളും ഒഴികെ മറ്റാർക്കുമെതിരെ ഹർജിക്കാരന് പരാതിയില്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണ് ഹർജിയെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ LR രഞ്ജിത്ത് ഹാജരായി. കുഴൽനാടൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്ന് CPM നേതാവ് MK ബാലൻ ആവശ്യപ്പെട്ടു. കുഴൽനാടൻ അതിന് തയ്യാറാകുമെന്ന് ആരും കരുതുന്നില്ല. KPCC പദവി ലക്ഷ്യം വയ്ക്കുന്ന നേതാവാണ് കുഴൽനാടൻ. ശ്രദ്ധ നേടാൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കരിവാരിത്തേക്കുകയായിരുന്നു ലക്ഷ്യം. കോടതി വിധി കുഴൽനാടന് കനത്ത പ്രഹരമായി. മുഖ്യമന്ത്രിയുടെ മകളായാൽ ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയായിരുന്നു. രസകരമായ കാര്യം, കുഴൽനാടൻ മാളത്തിൽ ഒളിക്കാൻ ഓടുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് പറന്നു എന്നുള്ളതാണ്. 16 ദിവസത്തെ സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി മടങ്ങിവരൂ. വീണയ്ക്കെതിരെ കൊടിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മാധ്യമപ്പടയും നിരാശരായി. കോടതി വിധിയും ചർച്ചയും ചരമകോളത്തിന്റെ വലിപ്പത്തിലേക്ക് ഒളിപ്പിക്കുന്ന മാധ്യമ കലാവിരുത് ഇനി നമുക്ക് ദർശിക്കാം.